ഹായ് വീവേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് റേഷൻ കടയിൽ നിന്നും അതുപോലെ അംഗൻവാടിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ വട തയ്യാറാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ അധിക വീട്ടിലും ഇപ്പോൾ ധാരാളമായിട്ട് ഉണ്ടായിരിക്കും ഈ നുറുക്ക് ഗോതമ്പൊക്കെ. റേഷൻ കടയിൽ നിന്നും അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ എന്താണ് ചെയ്യാമെന്നൊന്നും അറിയാതെ ചിലവർ ഇങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വടയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് ഈ ഒരു വട തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 മണിക്കൂർ നല്ല ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ്. 2 കപ്പ് നുറുക്ക് ഗോതമ്പാണിത്. നല്ലപോലെ കുതിർന്നിട്ടുണ്ട്, നല്ലപോലെ കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചതാണ്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുതിർത്തെടുത്ത വെള്ളമൊക്കെ വാർത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ആ ഒരു വെള്ളം മാത്രമാണ്, പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. ചെറിയ തരിയൊക്കെ ഉണ്ടായിരിക്കും, അത് പ്രശ്നമില്ല. നല്ല സ്മൂത്തായിട്ട് അരക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. അപ്പോൾ ഇത് ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കറിവേപ്പില കൂടുതൽ ചേർത്ത് കൊടുത്താൽ. അതുപോലെ തന്നെ മല്ലിയിലയും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയില വളരെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടിയാണ്, നമ്മൾ സാമ്പാറിലേക്കൊക്കെ എടുക്കുന്ന കായം പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി ഒരു നുള്ളു വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനതും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം ഇതുപോലെ നമുക്ക് വടയുടെ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ വടയുടെ ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായ ശേഷം നമുക്ക് വട ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഞാൻ എണ്ണ ഇങ്ങനെ ഇതിന് മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഉപയോഗിച്ചത് വീണ്ടും ഉപയോഗിക്കാനും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നല്ലപോലെ മൊരിഞ്ഞ് വരുന്നവരെ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഉള്ളു വേവില്ല, പുറം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ.
ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള എന്നാലും നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു വട. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റും ആയിട്ടുള്ളൊരു വടയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത് തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ.